രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ, കേരളവും തമിഴ്നാടും തമ്മിൽ സംയുക്തമായ യോജിച്ച ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഇനിയും നമുക്ക് ആവശ്യമാണ്. അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെതായുള്ള കാര്യങ്ങൾ വിലയിരുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളവും തമിഴ്നാടും തമ്മിൽ അഭിപ്രായ സമന്വയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ മാത്രമേ സുപ്രീം കോടതിയിൽ നിന്ന് തൃപ്തികരമായ ഒരു പരിഹാരത്തിലേക്ക് ഈ വിഷയത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയൂ. ഏതായാലും കേരളത്തിന്റെ നിലപാട് കേരളത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാവുക എന്നത് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ അടിസ്ഥാന നിലപാട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ അന്നത്തെ UDF ഗവൺമെന്റ് എടുത്ത നിലപാട് തന്നെയാണ്. അന്നത്തെ വാട്ടർ റിസോഴ്സ് മിനിസ്റ്റർ പി ജോസഫ് സാറായിരുന്നു. അന്ന് UDF ഗവൺമെന്റ് എടുത്ത നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും തമിഴ്നാടിന് ആവശ്യമായ വെള്ളവും. അത് തന്നെയാണ് ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് പുതിയ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിന് പൂർണ്ണമായും നമ്മൾ തയ്യാറാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയാണ് പ്രധാനം. ജലനയം കേരളത്തിൽ രൂപീകരിക്കാൻ നമ്മൾ ഇപ്പൊ തന്നെ തീരുമാനിച്ചു. ആ ജലനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഹൈ ലെവൽ കോൺക്ലേവ്, ഈ ജലനയം രൂപീകരണത്തിന് മുന്നോടിയായി നമ്മുടെ ജലസ്രോതസ്സുകളും കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ ഇന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുടിവെള്ളം, ജലവിതരണവും രണ്ട് കാര്യങ്ങളും, അതുപോലെ തന്നെ ഇറിഗേഷൻ പർപ്പസും, ഇതെല്ലാം തൃപ്തികരമായി നിർവഹിക്കാനും കഴിയുന്ന സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം, ആ ജനങ്ങളുടെ അവകാശമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ കടമയുമാണ്. ഈ രണ്ട് കാര്യങ്ങളും ജനങ്ങളുടെ അവകാശമാണ്, സ്റ്റേറ്റിന്റെ കടമയാണ്. അത് കുറ്റമറ്റ നിലയിൽ തൃപ്തികരമായി നിർവഹിക്കാൻ സർക്കാർ എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതാണ് ഒരു വാട്ടർ പോളിസിയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2007-6-7 കാലഘട്ടങ്ങളിലാണ് വാട്ടർ പോളിസിക്ക് വേണ്ടി ഒരു ശ്രമം, ജലനയം രൂപീകരിക്കാൻ കേരളത്തിൽ ഇതിനു മുമ്പ് ഒരു ശ്രമം നടന്നത്. അത് പൂർണ്ണമായി അന്ന് നടന്നിരുന്നു എന്ന് അതുകൂടെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും 2026 ആരംഭിച്ച് 2027 മുമ്പ് പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ജലനയം നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി രൂപീകരിച്ചുകൊണ്ട് ഈ വകുപ്പിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനും അതുപോലെ തന്നെ ഒരു ജനക്ഷേമ വകുപ്പാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്.